750 കോടി രൂപ ചിലവിൽ മലപ്പുറം തേഞ്ഞിപ്പലത്ത് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഫിഫ സ്റ്റാൻഡേർഡ് സ്റ്റേഡിയം യാഥാർത്ഥ്യമാകാത്തതിനു പിന്നിൽ സർവകലാശാല വൈസ് ചാൻസലറുടെ ഇടപെടലെന്ന് കുറ്റപ്പെടുത്തി മന്ത്രി വി അബ്ദുറഹ്മാൻ രംഗത്തെത്തി. 750 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി രൂപരേഖ തയ്യാറാക്കാൻ KSFനെ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. തേഞ്ഞിപ്പലത്ത് സർവകലാശാലയുടെ ഉടമസ്ഥതയിലുള്ള 35 ഏക്കർ സ്ഥലം വിട്ടുനൽകാമെന്ന് സർവകലാശാല സമ്മതിച്ചിട്ടും സ്ഥലം കൈമാറാൻ VC തയ്യാറാകുന്നില്ലെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി. മലബാറിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വിനോദമാണ് ഫുട്ബോൾ. അത് നമുക്കെല്ലാവർക്കും അറിയാം. കോഴിക്കോടും മലപ്പുറവും ഒരേപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള ഫിഫ സ്റ്റാൻഡേർഡോട് കൂടിയുള്ള ഒരു സ്റ്റേഡിയം നിർമ്മിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ നമ്മൾ പറഞ്ഞതാണ്. ഇത്തരത്തിലുള്ള സ്റ്റേഡിയം നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള രൂപരേഖ തയ്യാറാക്കാൻ കേരള സ്പോർട്സ് ഫൗണ്ടേഷന്, അതായത് നമ്മുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തെ ഏൽപ്പിക്കുകയും 750 കോടി രൂപ ചെലവിൽ അത്തരത്തിലൊരു സ്റ്റേഡിയം നിർമ്മിക്കാനുള്ള എസ്റ്റിമേറ്റ് അവർ തയ്യാറാക്കി നൽകി. ഈ സ്റ്റേഡിയം നിർമ്മിക്കാൻ ആവശ്യമായുള്ള സ്ഥലം നൽകണമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മന്ത്രിയോട് കായിക വകുപ്പിൽ നിന്നും കത്തെഴുതുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ 35 ഏക്കർ സ്ഥലം ഈ സ്റ്റേഡിയം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിട്ടു നൽകാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചു. അതിന് ആ സമ്മതപത്രം ബഹുമാനപ്പെട്ട കോഴിക്കോട് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർക്ക് എഴുതി അയച്ചു. എൻ്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് 2 മാസങ്ങൾക്ക് മുമ്പ് ചർച്ച ചെയ്യുകയും സ്ഥലം വിട്ടു നൽകാൻ സന്നദ്ധത പ്രകടിപ്പിച്ചു. സ്ഥലം വിട്ടുനൽകുന്നതിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കിയിട്ടും രാഷ്ട്രീയ താൽപര്യം കാരണം VC മുടക്കുകയാണ്. സ്ഥലം വിട്ടുനൽകാമെന്ന് സർവകലാശാല സിൻഡിക്കേറ്റിന്റെ തീരുമാനമുണ്ട്. ഇത് മിനിറ്റ്സാക്കി അറിയിക്കാൻ മാത്രമാണ് VC ചെയ്യേണ്ടത്. പക്ഷേ അത് നീട്ടിക്കൊണ്ടുപോവുകയാണെന്നാണ് മന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ. യൂണിവേഴ്സിറ്റിയുടെ VC അടക്കമുള്ള ആളുകളുടെ ഭാഗത്ത് അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടായില്ല. വീണ്ടും 2 ദിവസങ്ങൾക്ക് മുമ്പ് യൂണിവേഴ്സിറ്റി സെനറ്റ് സിൻഡിക്കേറ്റിൽ ഇത് ചർച്ച വരികയും സ്ഥലം വിട്ടുതരാൻ നൽകിയിട്ടുണ്ട്. ഏറ്റവും നല്ലൊരു സ്റ്റേഡിയമാണ്, ഏറ്റവും എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ സ്റ്റേഡിയത്തിന് സ്ഥലം എന്നുള്ളത് വിട്ടുതരേണ്ടത് വരെയില്ല. ആ സ്ഥലം അനുവദിച്ചാൽ മതി. അവിടെ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയും കേരള സ്പോർട്സ് കൗൺസിലും അതല്ലെങ്കിൽ ഡയറക്ടറേറ്റും നേരിട്ട് നടത്തുന്ന ഒരു സ്റ്റേഡിയമാവും. അതിൻ്റെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം കോഴിക്കോട് യൂണിവേഴ്സിറ്റിയെ നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ സ്റ്റേഡിയം പണിയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിലുള്ള പ്രവർത്തനങ്ങൾ അത് കായിക വകുപ്പാണ് നിയന്ത്രിക്കുക. എല്ലാ ഭാഗങ്ങളും കേരളത്തിലിപ്പോൾ നമ്മൾ നിർമ്മിച്ച വലിയ 30ഓളം സ്റ്റേഡിയങ്ങൾ, വലിയ സ്റ്റേഡിയങ്ങൾ, ഇപ്പോൾ ജില്ലാ സ്റ്റേഡിയങ്ങളടക്കമുള്ള വലിയ സ്റ്റേഡിയങ്ങളിൽ അങ്ങനെ ഒരു MOUയുടെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ നടപടികൾ, അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. തേഞ്ഞിപ്പലത്ത് ദേശീയപാതയോട് ചേർന്നുള്ള 35 ഏക്കർ ഭൂമിയാണ് സ്റ്റേഡിയത്തിന് അനുവദിച്ചത്. സ്വകാര്യ പങ്കാളിത്തമില്ലാതെയാണ് സ്റ്റേഡിയം തീരുമാനിച്ചിരുന്നതെന്നും മന്ത്രി പറയുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോഴിക്കോട് സ്റ്റേഡിയം തന്നെയാണ്. അത് വരിക എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. നിങ്ങളൊക്കെ തന്നെ ആ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ അത്തരത്തിലൊരു പദ്ധതി വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചവരാണ്. ഇപ്പോൾ പല പത്രപ്രവർത്തകരും ഇതിനു വേണ്ടി സ്ഥലം ലഭ്യമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ആളുകൾ തന്നെ നിങ്ങളുടെ ഇടയിലുണ്ട്. എന്തുകൊണ്ടും ഇപ്പോൾ നമുക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു കളിക്കളം, അതിന് ഈ അന്താരാഷ്ട്ര നിലവാരം എന്ന് പറയുമ്പോൾ എയർപോർട്ടിൽ നിന്നും 20 കിലോമീറ്ററിനുള്ളിലായിരിക്കണം. റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള അതേ ദൂരമാണ് നമുക്ക് വേണ്ടത്. മറ്റൊന്ന് റോഡ് സൗകര്യം ഉണ്ടായിരിക്കണം. അപ്പോൾ ഹൈവേയുടെ ഓരത്താണ്, നാഷണൽ ഹൈവേയുടെ ഓരത്താണ് നമ്മൾ ഈ സ്റ്റേഡിയം പണിയാൻ ഉദ്ദേശിച്ചത്. അതിനാണ് ഈ പണം അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യത്തിൽ ആ നടപടികൾ വേഗത്തിലാക്കണം എന്ന് ഒരു ആവശ്യമാണ് പൊതുസമൂഹത്തിൽ നിന്ന് വരുന്നത്. ധാരാളം കോളുകൾ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് വന്നിരുന്നു. ഞാൻ അവരോടൊക്കെ പറഞ്ഞത് ഈ കാര്യം നടക്കുമെന്ന് നിങ്ങളോട് ഞാൻ മുമ്പും പറഞ്ഞതാണ്. അപ്പോൾ അതിൽ അതിൻ്റെ ഏറ്റവും നല്ല രൂപരേഖ വരെ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്.
അത് ബന്ധപ്പെട്ട നിങ്ങൾ ദൃശ്യമാധ്യമങ്ങൾക്കും പത്രങ്ങൾക്കും ഒക്കെ തന്നെ തരാനുള്ള തരും. ഇപ്പോൾ തന്നെ നിങ്ങളുടെ കൈകളിൽ അത് എത്തും. ഈ ചാനൽ ന്യൂസ് തിരൂർ. നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ്, നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ്, വളാഞ്ചേരി, മലപ്പുറം. ഫോൺ നമ്പർ 04942084 010 7034 071111.